ഇവിടെ നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളിന്ന് നമ്മളൊരു വണ്ടിക്കകത്തൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുമൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ വണ്ടികൾ കൊണ്ട് ട്രിപ്പിന് പോകുന്നതിൻ്റെ വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ നമ്മളുടെ സംഗീത കിടിനെ തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബാങ്കോക്ക് കൊണ്ടായിരുന്നു പോകുന്നത്. ബാങ്കോക്കിൻ്റെ ഫൈലിംഗ് കൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഇവിടെ തട്ടത്തുമലയാണുള്ളത്. വണ്ടിയുടെ ചെറിയ കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇനി ആയൂർ വേങ്ങൂർ പോയിട്ട് വേണം നമുക്കിനി ട്രിപ്പ് എടുക്കാനായിട്ട്. ഒരു കിടിലൻ ട്രിപ്പാണ്. പോകുന്ന വഴിക്ക് ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പോൾ അതാ നിലവിൽ ഇവിടെ വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്താണുള്ളത്. കണ്ടോ, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. മിന്നൂസിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതാ കിടക്കുന്നത് നമ്മുടെ വണ്ടി. നമ്മൾ ഇന്ന് ഈ വണ്ടി കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ട് 1-2 വിഷ്വൽസ് കാണിച്ചു തരാം. പിന്നെ നമുക്കിന്ന് പൊളിക്കണം, താർത്തെടുക്കണം. പ്രജീഷ് ചേട്ടനും ഷാഫികളിനുമാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു ലിപ്പ് കണ്ടില്ലേ, ഈ ഒരു ലിപ്പിൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണിയായിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്കിവിടെ വണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഈ ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പോകാം. ഇനി നമുക്ക് ഇവിടെ ഒരു കിട്ടിലും കണ്ണിൻ്റെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. പിന്നെ അത് അകത്തോട്ട് കയറുവാണെങ്കിൽ അകത്ത് നമ്മളുടെ ബാഗും കാര്യങ്ങളും എല്ലാം നമ്മളത് അവിടെ കൊണ്ടുവന്ന് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനി പാസഞ്ചേഴ്സ് കയറുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്കത് അങ്ങ് ക്യാബിനിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കണം. പിന്നെ അത് അവിടെ നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ എല്ലാം കിടലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ കൂളിങ്ങിൻ്റെ പരിപാടി, എഡിഷൻ നെയിമിൻ്റെ പരിപാടി, അതുപോലെ തന്നെ ഈ ഒരു ക്യാബിൻ വർക്കിൻ്റെ പരിപാടി എല്ലാം ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ പറയാൻ തരാം. അപ്പോൾ അതായത് നമ്മുടെ പ്രതീക്ഷ ഏട്ടൻ ടീം കൂടി ചെന്നിട്ട് ഒരു ഫ്രണ്ട് റബ്ബർ ബീഡിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാധനമാണ് നമ്മളത് അവിടെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ നമ്മൾ ആ ഒരു ലിപ്പിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഇളക്കുന്ന പരിപാടിയും കൂടിയേ ഉള്ളൂ. പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇളക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ആ ഒരു ഫ്രണ്ട് കൊമ്പിനകത്ത് വരുന്ന ചെറിയ 2 ഗ്ലാസ്സുകളുണ്ടല്ലോ, അത് രണ്ടും പെയിൻ്റ് അടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കിയിട്ട് വരാം. ഉണങ്ങി കിട്ടുമോ? ഉണങ്ങി കിട്ടുമോ? അങ്ങനെ നമ്മളിതാ വന്ന പരിപാടികളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ കടക്കിൽ നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഗ്യാരേജിലേക്ക് പോകണം. പിന്നെ നമ്മൾ ആ തൂക്കിയിട്ടിരുന്ന ആ 2 ചെറിയ കണ്ണാടി എടുത്ത് അകത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് ഞാൻ അകത്തോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഒരു സംഭവം ഉണങ്ങിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്, കുറച്ചുകൂടി ഉണങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാനായിട്ട് പോകണം കേട്ടോ.
അങ്ങനെ നമ്മളത് ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ കടയ്ക്കുള്ള ഗാരയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രതീക്ഷേട്ടനും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം, ജസ്റ്റ് ഒന്ന് ഉറങ്ങണം. നൈറ്റ് ഇരുന്ന് വണ്ടി അടിക്കാനുള്ളതുകൊണ്ട് പുള്ളിക്കാലം പോയിട്ട് റെസ്റ്റ് എടുത്ത് വരുന്ന ടൈമിൽ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി നമുക്ക് പാട്ടൊക്കെ ഇട്ട് നല്ല ഇടിച്ച് മുഴക്കാൻ നല്ല സെറ്റപ്പായിട്ട് പോവാം. നമ്മുടെ 2 ചെറിയ മിററുകളും ഇവിടെ ഉണങ്ങാനായിട്ട് കെട്ടിത്തൂക്കിയിട്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പെയിൻറ്റും കാര്യങ്ങളെല്ലാം ഉണങ്ങിയിട്ട് വേണം നമുക്ക് ആ ഒരു ഗ്ലാസ്സിലെ സ്റ്റിക്കറെല്ലാം പറിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് കൊമ്പിലോട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും ടൈം എടുക്കും. ഇവിടെ അങ്ങനെ നമ്മളിതാ ബാങ്കോക്കിൻ്റെ ഷെഡിൽ വന്നിട്ടുണ്ട്. പ്രജീഷേട്ടൻ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാനായിട്ട് പോയി. പിന്നെ ഷാഫി ഇപ്പോൾ കിടക്കാനായിട്ട് പോകാൻ വണ്ടിക്കകത്ത് തന്നെ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ പോകുന്നത് മൂന്നാറോട്ടാണ്. അപ്പോൾ ഇന്ന് നൈറ്റും കാര്യങ്ങളെല്ലാം ഓട്ടോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രജീഷേട്ടൻ ഉറങ്ങാൻ പോയത്. ഷാഫിൻ്റെ ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. പിന്നെ നമുക്ക് പിന്നെ ഉറക്കമൊന്നൊരു വിഷയമല്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്ക് നൈറ്റ് ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഇറങ്ങണം. 9 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമുക്കവിടെ പോയിട്ട് നമ്മുടെ പിള്ളേരെ എടുക്കണം. നമ്മുടെ ആയൂരുള്ള ഒരു സെമിനാരിയിൽ നമ്മളിന്ന് ഓട്ടോ എടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പയ്യന്മാരാണ്. അപ്പോൾ അതിനകത്ത് മെയിൻ ആൾ എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ് കോളേജിലെ, നമ്മുടെ ഡേവിഡ് ലിയൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഓട്ടമാണ്. കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ തന്നെ ഓടിയത്. അപ്പോൾ ഇത്തവണയും നമ്മൾ തന്നെ എടുക്കുവാണ് ഓട്ടം. അപ്പോൾ അതാണ് നമ്മളുടെ റൂട്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ നേരെ മൂന്നാർ, പിന്നെ മൂന്നാർ കറക്കാം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോൾ 4-ാം തീയതി വൈകുന്നേരമാണ്. നമ്മൾ 6-ാം തീയതി വെളുപ്പിനും കത്തും. അപ്പോൾ ആ ഒരു ഓട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇനി നോക്കട്ടെ, എനിക്ക് ഒന്നിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ടൈം കിട്ടുവാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് നടന്ന് മയങ്ങണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ ഷാഫികൾ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫോണുകൾ കുത്തിയിടണം, അതുപോലെ തന്നെ പവർ ബാങ്ക് എല്ലാം കുത്തിയിടണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ ഓണർ നമ്മുടെ സൗരഭ് ബ്രോ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ എത്തണം. പിന്നെ അതായത് ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇനി കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യണം അത്. പിന്നെ ഇനി വെള്ളവും കാര്യങ്ങളെല്ലാം കയറ്റാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് ബാക്കി മുതലാളി വന്നിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതെല്ലാവരും വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മളുടെ ബാങ്കോക്കിൻ്റെ ഓണർ സൗരഭ് ബ്രോ. വളരെ വലിയ മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ പുള്ളിക്കാരൻ. നല്ലൊരു മനുഷ്യനാണ്. 394 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും പോകാനായിട്ടൊക്കെ സെറ്റാണ്. പ്രതീക്ഷയുടെ ഉറക്കവും കാര്യങ്ങളൊന്നും കഴിഞ്ഞ് വന്നിട്ടില്ല. ആ വണ്ടിയുടെ കിടപ്പുണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പാക്കി ഇട്ടേക്കുവാണ്. നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് ഒരു ക്യാബിനിൽ പാട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടോക്കാം കേട്ടോ. ഇപ്പോൾ ഷാഫികളെ അവിടെ ഓൾറെഡി ക്യാബിനും കാര്യങ്ങളൊക്കെ എല്ലാം തുടച്ച് നല്ല സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓണാക്കുവാണ്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് പാട്ടൊക്കെ ഇട്ട് ഒന്ന് ജില്ലാവാം. ഞാട്ടത് ഗണപതിയുടെ ആയിരുന്നു. അത് ഗണപതിയുടെ ഞാട്ട. ഇപ്പൊ സെറ്റാക്ക. പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പേര് അഡ്രസ് എല്ലാം പറ. എന്റെ പേര് അല്ലു. എന്റെ വീട് ഐരക്കുഴി. സെറ്റ്. പറയടാ അല്ലേ, പറഞ്ഞു പറഞ്ഞ.
അങ്ങനത്തെ നമ്മളുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പ്രതീക്ഷേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ നിന്ന് വണ്ടി എടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30-8:45 ഉള്ളൂ. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ അടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് നെയിം ബോർഡും ഫ്രണ്ടിലത്തെ കണ്ണും എല്ലാം ഇട്ട് അങ്ങോട്ട് വണ്ടി എടുക്കുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഫ്രണ്ടിൽ മറ്റേ കണ്ണിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴിക്ക് നൈറ്റ് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു തോന്നുന്ന സമയത്ത് കഴിക്കാനായിട്ട് കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നിലമേ ഇറങ്ങണം. നിലമയിൽ നിന്ന് നേരെ ആയൂരിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണം, ഈ വേങ്ങൂർ എന്ന് പറയുന്ന സ്പോട്ടിലോട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഓൾറെഡി നമ്മളവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമ്മളങ്ങ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 9:30-9:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് ആളിനെടുക്കാനുള്ള ഒരു സ്പോട്ടിലെത്തും കേട്ടോ. നെയിം ബോർഡ് ആണോ അവിടെ? നെയിം ബോർഡാണോ? നമ്മളിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഒതുക്കിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നെയിം ബോർഡൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറകിൽ പോലീസ് ജീപ്പ് കൊണ്ട് നിർത്തി. അവരൊന്നും പറഞ്ഞൊന്നുമില്ല, കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിരുന്നിട്ട് എടുത്തുകൊണ്ടങ്ങ് പോയി. പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മളത് ആളിനെടുക്കാനായിട്ട് പോവുകയാണ്. ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുത്തിറങ്ങി എടുത്തിട്ട് നേരെ ആളിനെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം. ഉച്ചയ്ക്ക് ശേഷം ആരൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് നമ്മളത് ഇവിടെ നമ്മുടെ നിലമേൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ പോയി നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. പക്ഷേ ഹാബിത ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, പ്രതീക്ഷയായിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പോയി ഫുഡ് അടിച്ചിട്ട് വന്നിട്ട് ബാക്കി നേരം പോയിട്ട് പിള്ളേരെ എടുക്കാം. ഏതാട്ടോ അത്? വണ്ടി ഏതാ? വണ്ടിയുടെ ബാക്കിൽ പോലീസ് ഉണ്ടോ? അല്ല, മൊബൈൽ ബസ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇന്ന് നേരെ പോവുക, ആളിനെ എടുക്കുക. അതാണ് നമ്മളെ അടുത്ത പരിപാടി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവറുടെ പറഞ്ഞിരിക്കുന്നത് വണ്ടിയിലെ സാധനങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അഴിച്ച് നെയിം ബോർഡും സബും എല്ലാ സാധനങ്ങളും ലൈറ്റും എല്ലാം അഴിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞല്ല. ഒരു ദിവസം വിഷയങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എത്താറായപ്പോഴത്തേക്ക് അവൻ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ട്.
അപ്പോഴത്തേക്ക് നമ്മൾ നൈസിന് അത്യാവശ്യം മുഴക്കാനായിട്ട് സൗണ്ടും എല്ലാം ഓണാക്കി, നെയിം ബോർഡും ഫ്രണ്ടിലെ കണ്ണും ലൈറ്റും എല്ലാ സാധനങ്ങളും അങ്ങ് ഓണാക്കി കേട്ടോ. ആളീ സർപ്രൈസായി, നല്ല രീതിയിൽ സർപ്രൈസായി. പിള്ളേരും എല്ലാം ഒന്നുമില്ലെന്നും കരുതിയായിരുന്നത്. വണ്ടി കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും സർപ്രൈസായി. പിന്നെ ചുറ്റും കൂടി ഒന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം കുറച്ച് നേരം. അപ്പോൾ നമ്മളങ്ങ് ഹാപ്പി ആയിട്ടോ. എവിടാ? മേളിൽ പോയി തിരിച്ചിട്ട് വരാം. കയറിക്കോ. എവിടെ? ഇവിടെ ഇതാണ് കോളേജ്. ഇവിടെ നിന്നാണ് ആൾക്കാർ വരുന്നത്. നമുക്ക് മേളിൽ പോയി തിരിച്ചിട്ട് വരാം. അങ്ങനാണോ? എന്നാ ശരി, ഞാൻ വിളിക്കാം. കൊട്ടാരക്കര വഴിയാ പോകുന്നത്. വരാൻ പറ. ശരി. സർപ്രൈസ് ആയിടാ മോനെ, ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിടാ. എന്തുവാണ് നീ കാണിച്ചത്? പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, ഇങ്ങനെ അകത്തോട്ട് കയറി എല്ലാത്തിനും ഇറക്കി ഓടാനുള്ള സാധനം അകത്തോണ്ട്. ഞാൻ എന്റെ ബാഗ് വെക്കട്ടെ. എനിക്ക് ഇറങ്ങണം. മോനെ നിക്കണം. എവിടെ? ചുമ്മാ ഒരു രസം. ചെറുക്കന് കൊന്നു. കൊണ്ടുകൊണ്ടില്ല. എവിടെ അറിയോ? എല്ലാരും കയറിയോ? എല്ലാരും കയറിയോ? എവിടെ? നോക്കണേ. അപ്പൊ എല്ലാടാ മോനൂസേ. അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങുവാണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിനകത്ത് നമുക്കിവിടെ നിന്ന് നമ്മളുടെ ഒരു ട്രിപ്പ് നമുക്കിവിടെ നിന്ന് പുറപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും റാൻഡമായിട്ട് ജസ്റ്റ് ഒരു ഇമോജിക്കെങ്കിലും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ സംഗീത കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.